രാജസ്ഥാനിൽ മരുഭൂമിയിലെ ചുഴലിക്കാറ്റ് പോലെ മരണം ചീറിപ്പാഞ്ഞു നടക്കുന്ന ഒരു പ്രദേശമുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഈ സ്ഥലത്താണ് ഭഗവാൻ സോമേശ്വര ശിവൻ വസിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ നിഗൂഢത പരിഹരിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. രാജസ്ഥാനിലെ ഖജുരാഹോ എന്നും ഈ വിജനമായ പ്രദേശം അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ശിവൻ ഉൾപ്പെടെയുള്ള എല്ലാ ദേവീദേവന്മാരെയും കല്ലിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. പക്ഷേ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാലുടൻ കല്ലായി മാറുമെന്ന ശാപം മൂലം ഇന്നും ആളുകൾക്ക് ഇവിടെ വരാൻ ഭയമാണ്. ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ചോദ്യം 8 നൂറ്റാണ്ടുകളായി മോചനത്തിനായി കാത്തിരിക്കുന്ന ഈ സ്ഥലത്തിന് ആരാണ് ഈ ശാപം നൽകിയതെന്നാണ്. ഈ സമുച്ചയത്തിനുള്ളിൽ 5 ക്ഷേത്രങ്ങളുണ്ട്. എല്ലാം വളരെ വലുതും ഗംഭീരവും മനോഹരവുമാണ്. പക്ഷേ അത് 800 വർഷത്തേക്ക് ഒരു നാശമായി തുടരാനുള്ള ശാപമാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 800 വർഷമായി ഇവിടെ ഒരു അദൃശ്യ അത്ഭുതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായി പറയപ്പെടുന്നു. മരുഭൂമിയുടെ നടുവിലുള്ള കല്ലുകളുടെ നിഗൂഢത ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇത് രാജസ്ഥാനിലെ കിരാഡു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ എവിടെ നോക്കിയാലും എല്ലായിടത്തും കല്ലുകൾ ചിതറിക്കിടക്കുന്നത് കാണാം. ഇവ കല്ലുകളല്ല, മറിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ ശാപകഥ അറിയാത്തവരും രാത്രിയിൽ അബദ്ധത്തിൽ ഇവിടെ എത്തിയവരുമായ ആളുകളുടെ വിഗ്രഹങ്ങളാണെന്ന് പറയപ്പെടുന്നു. ഇവിടെ വന്ന ഒരു സന്യാസി ഇവിടെ വരുന്നവർ കല്ലായി മാറുമെന്ന് ക്ഷേത്രത്തെ ശപിച്ച ദിവസം മുതൽ ഇവിടെ വരുന്നവർ കല്ല് പ്രതിമകളായി മാറിയതായാണ് പറയപ്പെടുന്നത്. കിരാഡു ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ നിഗൂഢമായ ഐതിഹ്യത്തെക്കുറിച്ച് പലരും പറയുന്നുണ്ട്. പക്ഷേ ആരും ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല.